ഹലോ ഗൈസ്, ചെമ്മരി ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ പോകുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. നമ്മൾ കളിക്കാൻ പോകുന്നത് ഇന്ത്യ വായിക്കണേ. അതൊന്ന് നോക്കാം. നമ്മൾ ആദ്യം ഡ്രസ്സ് മാറാൻ പോവാണ്. ഡ്രസ്സ് എവിടെയാണ് നമുക്ക് നോക്കാം. നമ്മളെ ഡ്രസ്സ് മാറല് ഈ വാട്ടാണ്. ഇവിടെ നമ്മൾ ഡ്രസ്സ് എടുക്കണം. അയ്യോ, ഇവിടെ കയറുണ്ട്. ചീറ്റ് പോയി ചോരൊക്കെ വന്നാണ് അവിടുന്ന് ചാടിയാട്ടാ. ഉള്ളിലേക്ക് തന്നെ ഡ്രസ്സ് മാറണം. അതിൻ്റെ മുമ്പ് നമുക്കൊന്ന് സ്വിമ്മിങ് കുളത്ത് ചാടാൻ പോകണേ. അപ്പം ഇതാക്കിച്ച് സ്വിമ്മിങ് കുളത്ത് ഇതാകണം. നമ്മൾ ഈ എക്സസൈസ് ഇതാണ് എക്സസൈസ് ക്യാമ്പാണ്. എക്സസൈസ് ചെയ്യണേ. എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എക്സസൈസ് ചെയ്യണം. ഓ എൻ്റെ അമ്മനെ, പവറുണ്ട്, മേലെയുണ്ട് കേട്ടോ. ഇപ്പം എനിക്കൊരു മൂടാണ്, വേണ്ടെന്നാ പറയുന്നത്. തിരിച്ച് ഡ്രസ്സ് മാറാൻ പോകണേ. ഡ്രസ്സും അപ്പം നമ്മൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വണ്ടി എടുത്ത് ഇറങ്ങാൻ പോകണേ. ഇടി പെൺകൊച്ചേ, നിനക്കെന്താ? ഹലോ, നിന്റെ പേരെന്താ? ഇയാളൊന്ന് പോകുന്നുണ്ടോ? മനുഷ്യനെ എവിടേക്കും പോവാനേ അനുവദിക്കില്ല. ഇതേതാ കാറ്? ഈ കാറൊക്കെ നമ്മൾ എത്രയോ കണ്ടതാണ്. അല്ല പെൺകൊച്ചേ, എല്ലാവരെയും പിന്നെ എൻ്റെ ലഗേജിൽ നീ കണ്ടിട്ടില്ല. ഫുള്ള് കാറിൻ്റെ ഇതും ബൈക്കിൻ്റെതൊക്കെയാണ്. ഞാൻ നടന്നു പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ കാറും ഗ്യാരേജും ഒന്നും നീ ഒന്നും കണ്ടിട്ടില്ല. ആദ്യം അത് കാണാൻ പാടാ. ആദ്യം നീ ഇൻ്റെത് കാണാവാ. നോട്ടെ പോടോ പോയിത്താ. നീ ഇടിക്കുന്നുള്ളിയടാ, പിടിച്ചോ. വണ്ടി എടുക്കില്ല, എൻ്റെ തല. അയ്യോ,
അവൻ്റെ കാറൊക്കെ ഞാൻ തട്ടാൻ പോകുന്നു. ഏതാ ഗുള്ളൊന്നും അറിയില്ല. മാറിയടാ എന്നേടാ മാറടാ മാറടാ എന്റെ വണ്ടി തന്നെ പോണടാ മാറടാ അയ്യോ എന്നെ ചെയ്യലേ അയ്യോ നമ്മളെ ഡോറൊക്കെ പോയിട്ടാ പിടിച്ചൊന്ന്. അതൊന്നും നമുക്ക് സാരമില്ല, നേഴ്സ് പോകണം നമ്മൾ. അങ്ങനെ നമ്മൾ രണ്ടാൾ തട്ടിട്ടോ. ഓ ഇതാ മറ്റേ ബനാണല്ലോ, ഓനും തട്ടി. ഏതായാലും ഓനിക്ക് 100 പേരുണ്ടായിരുന്നു. ഇതേതാ സ്ഥലം? ഏതായാലും തീമ പോയിട്ടേ കാര്യമുള്ളൂ. ഹലോ ഇവനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ലല്ലോ. എന്ത് പറ്റുമെന്തോ അറിയില്ല. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഒന്ന് കാറങ്ങിയിട്ട് എന്തോ നീ വല്ല ഡ്രൈവിങ്ങിലും ആണോ എന്തോ. കിട്ടണമില്ല. നിങ്ങണ്ട് വിളിച്ചാൽ മതിയായിരുന്നേ. അതാ വിളിക്കുന്നുണ്ട്. ഹലോ. നീ എനിക്ക് വണ്ടി തരില്ലേ? വണ്ടിയൊക്കെ തരള്ള. നീ പക്ഷെ എനിക്ക് 100 രൂപ തരണം, അല്ലാതെ എനിക്ക് വണ്ടിയില്ല. അപ്പൊ നിന്നെ ഞാൻ കൊന്നിട്ട് പോയതല്ലടാ. എടാ കൊല്ലലൊക്കെ പിന്നെ, പക്ഷെ അത് ജീവൻ എപ്പോഴും വേണമെങ്കിൽ കിട്ടും. നീ ആദ്യം 100 രൂപ തരാൻ നോക്കി, എന്നാ വണ്ടി തരാം. ഓക്കേടാ, ആദ്യം 100 രൂപ എനിക്ക് അയച്ചു തരാം. എടാ വെറും 100 അല്ല. $100 തന്നാ നീ എനിക്കൊരു പോലീസുകാർ തരുമോ? 100 ലക്ഷം എനിക്ക് വേണം മോനെ. ആദ്യം 100 തരാ, അതല്ലേ എനിക്ക് വേണ്ടി. അപ്പൊ ഇത് 100. അപ്പൊ തന്നെ എനിക്കൊരു കാറ് ഇങ്ങനെ നടത്താൻ തരുന്നു. എന്തെങ്കിലും ആവട്ടെ. അത്രേ ഉള്ളൂ. എനിക്ക് 100 അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാർ എത്തിച്ചിട്ടുണ്ട്. ഒന്നും പറയണ്ട, ഞാൻ പോവാ. ശരി ബൈ. പിന്നെ ഞാൻ ഇന്നെ തട്ടിക്കൊള്ളാം. കള്ള ഇനി ഇന്നും ചത്തിട്ടില്ലല്ലേ, കുറേ കാലം ഇനിയും എന്നാ ഈ വേഷം മാറ്റിച്ച് പോലീസിൻ്റെ അടുത്ത് തന്നെ പോയിട്ട്. ആ പോലീസിൽ ഒരാൾ എന്നെ തട്ടിണ്ട്. അവൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി കാര്യം. റെഡിക്ക് പോലെ പോയാൽ അല്ലേ ഉണ്ടാവും പോലീസിനെ തട്ടാൻ. അയ്യോ അതൊന്നും സാരില്ല, എത്താനേ ചെയ്യില്ല. എട്ട് പാട്ടൊക്കെ കാരണം തന്നിരിക്കുന്നത്. ബ്രോ ശരിക്ക്. അയ്യോ പോലീസ് കണ്ടെന്നതുകൊണ്ട് ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ തേയിലേക്ക് പോകുന്നുണ്ട് കേട്ടാ. ശരിക്കും പോടാ. അയ്യോ ഏതോ പെണ്ണുമ്പിള്ള ഡോറൊന്ന് അടങ്ങനെ എങ്ങനെയൊക്കെ പോയി പോലീസ് പിടിച്ചു. ചേട്ടാ ഡോറടിച്ചിട്ടില്ല. ഓറടിച്ചിട്ടില്ല. എത്ര ആൾക്കാരെ പറയുന്നുണ്ട്. എത്തിച്ച് കാറിലേക്ക്
ശരിയായി. എപ്പോഴും ശരിയായില്ലേ? ഏത് പാട്ടൊക്കെ കയറാവൻ തന്നുണ്ട് ഒന്ന് ഓടിച്ചപ്പോൾ കഥ പോയി. പോലീസുകാരെ കാണാൻ നോക്കി. അയ്യോ, ഏതോ ഒരു പോലീസ് പ്രസിഡന്റാ വരുന്നത്. വഴിയൊക്കെ മാർക്കെടുക്കാം. ഇത് പോലീസിന്റെ പാട്ട കാറാണല്ലോ. എന്ത് പറ്റുണ്ട്? ഇനി വല്ല കള്ളന്മാരും അടിച്ചു മാറ്റി വേഷം മാറിയേറ്റ കാര്യമാണ്. യെസ്, ഞാൻ ഊഹിച്ചത് ശരി തന്നെയായിരുന്നു. ശരിക്കും തൂക്കം പിടിച്ചിരുന്നു. സൂക്ഷിച്ചോ, മാസ്ക് ഇട്ടുകൊണ്ട് ആളറിയില്ല. ആരാ? എന്തിനാ വന്ന്? ഹലോ പോലീസ്, എൻ്റെ അടുത്ത് ഒരാൾ പരാതി എന്ന് പറഞ്ഞു. അവന് 100 രൂപ കൊടുത്തിന്. നിൽക്കേ. അതിനെ സ്റ്റേജിൽ കയറുന്ന പോലൊക്കെ ഞങ്ങൾ ഓഫീസിൽ കയറിയല്ല പറയേണ്ടത്. ഓർത്തന്നെ അന്വേഷിച്ച് വിളിച്ച് പറയണം കേട്ടല്ലോ. പോലീസ്, ഒരു കാര്യം പറഞ്ഞു കേക്ക്. അവന് 100 രൂപ കൊടുത്തിട്ട് എനിക്ക് കാറ് പോലീസ് കാറാകുന്നത്. അത് നിങ്ങൾ ശിക്ഷ കൊടുക്കണം. പ്രതികാരം പറയാതൊന്ന് പോയി. ഈ പോലീസാ ഇന്ന് തന്നെ പണി കൊടുക്കണം. അതേതാള് പോലീസ്, ഇതിന്റെ മേലെന്തോ കാറുണ്ടായിരുന്നു. അയ്യോ കിട്ടോ? അയ്യോ കിട്ടില്ല. കുത്തിട്ട് നല്ല കുത്തിട്ട്. കള്ളനെ എന്നെ ഒന്ന് രക്ഷിക്കണം. ഞാൻ എത്ര ആളായെന്നറിയോ? പ്ലീസ്. ഏയ് കള്ള, നീ ഇതിന്റെ മേലല്ലേ കാർ ഒളിപ്പിച്ച് വെച്ച് കണ്ടില്ലല്ലോ? അറിയില്ല, എന്തോ സൗണ്ട് കേട്ടിരുന്നു. ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. എന്നാ ഞാൻ നിന്നെ രക്ഷിക്കാം. ആഴ്ചയില്ല, ആദ്യം അവിടെ ഉണ്ടോ നോക്കട്ടെ. രക്ഷിച്ചിട്ട് പോടാ. ഇതേതാ സാധനം? ആളെ ഒന്ന് പോയേ. നീ പോലീസാടാ? എന്നെ കണ്ടിട്ടെന്ന് തോന്നുന്നേ. ഷോർക്കുണ്ടല്ലോ അങ്ങനെയൊക്കെയോ? CCTV എന്തായാലും ഇപ്പം എന്താ പെട്ടെന്നോട് സ്ഥലം കാണിക്കുക. നമുക്ക് വിമാനത്താവളയിലേക്ക് പോവാം. എന്നാലേ ഇപ്പം നല്ല രക്കോളൂ. എന്നാൽ പോലീസുകാരെന്താ ചോദിച്ചോണ്ടോ? ഞാൻ പോയേക്കാം. നമ്മൾ പോലീസ് കഴിഞ്ഞ് നമ്മൾ ഇതാക്കാൻ പോണേ. നമ്മളെ വിമാനത്താവളത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ചെറിയ സാധനം എടുത്തുകൊണ്ട് പറക്കാൻ പോണേ. ഇതോടോ, അത് അങ്ങനെ ലൈസൻസ് ഇല്ലാതെ ഓട്ടാൻ പാടില്ല. ഇതോ നിക്കടാ അവിടെ. ഈ മിനാരത്തിൽ നിന്നൊന്നും പറഞ്ഞതൊന്നും അവൻ കേൾക്കില്ല. ഏത് വലിയ ബിൽഡിംഗ് ആയാലും വേണ്ടില്ല, അവൻ കേക്ക് പോലും ഇല്ല. എന്ത് വലിയ തെറ്റാണ്. പറക്കുന്നില്ലല്ലോ. അയ്യോ, ഇതിന് തീ കത്തിയെന്നാത്തോണ്ട്. ഞാനപ്പേ പറഞ്ഞില്ല, എഞ്ചിൻ തകർന്നാ പിന്നെ പൊട്ടു വന്നു. അയ്യോ, ഞാൻ ചത്തല്ലോ.